നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ബി പോസിറ്റീവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അരവിന്ദ്, വൈക്കം മുഹമ്മദ് ബഷീറിനെ ഇഷ്ടമാണോ? തീർച്ചയായും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഇല്ലെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും നമ്മളെ മനസ്സിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരുപാട് വരികൾ നമുക്ക് തരുന്നുണ്ട്. പ്രേമലേഖനം വായിച്ചിട്ടുണ്ടോ? അതായത് അരവിന്ദിന് കിട്ടുന്ന പ്രേമലേഖനമല്ല, ബഷീറിന്റെ പ്രേമലേഖനം വായിച്ചിട്ടുണ്ടോ? വായിക്കാത്തവർ ആരും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് പ്രണയലേഖനം കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒപ്പിയെടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന്റെ സാഹിത്യ കൃതികളെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് രീതിയിൽ ഹാസ്യാത്മകമായിട്ട് നമ്മളെ ഉൾക്കൊള്ളിക്കുന്ന, നർമ്മരസമായിട്ട് നമ്മളെ ഉൾക്കൊള്ളിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുമ്പോഴത്തേക്കും ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, എൻ്റെ ഉപ്പുപ്പാക്ക് ആരുണ്ടായിരുന്നു, താര സ്പെഷ്യൽ, ഇങ്ങനെ പറയണ ഒരുപാട് കണക്കിന് ഇങ്ങനെ കൃതികൾ ഇങ്ങനെ ഒരുപാടുണ്ട്. കാരണം ആ കൃതികൾക്കെല്ലാം ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് അതേ വായിക്കാൻ സാധിക്കും. കാരണം അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്നും ദിനത്തോറും അദ്ദേഹം കാണുന്ന ചില കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന്റെ രചനയിൽ കഥാപാത്രങ്ങളായി അദ്ദേഹം ഉൾക്കൊള്ളാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഈ നോവലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വന്തം അനുഭവങ്ങൾ, അരവിന്ദ് പറഞ്ഞ പോലെ തന്നെ സ്വന്തം അനുഭവങ്ങളെ അതിൽ ചിട്ടപ്പെടുത്തി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു നോവൽ ഒരു റിയാലിറ്റി തോന്നുക, നടന്ന കാര്യങ്ങളാണെന്നുള്ള ഒരു റിയാലിറ്റി നമുക്ക് അതിൽ കാണാൻ സാധിക്കും. സാഹിത്യം കലരാത്ത പച്ചയായ ഒരു സംസാര ഭാഷയോടെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും ഒരു മലപ്പുറം ഭാഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു ഭാഷ നമുക്ക് മുതിർന്നവർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും അദ്ദേഹത്തിന്റെ കൃതികൾ എളുപ്പത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. എന്തായാലും ആ ലളിതമായ ഭാഷ ശൈലിയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ലളിതമായ കഥയിൽ നിന്ന് നമുക്കൊരു ലളിതഗാനം കേട്ടാലോ, അല്ലെ അരവിന്ദേ? തീർച്ചയായും. ഇന്നത്തെ പ്രഭാതത്തിന് ഒരു ഉന്മേഷം പകരാനായി നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് ശുഭസംഗീതം ഒരുങ്ങുകയാണ്. ശുഭസംഗീതം. സന്ധ്യയിൽ തെളിനിലാവിൽ എൻ്റെ കളിവീടുറങ്ങി കിടന്നു. കുളിരിളം സന്ധ്യയിൽ തെളിനിലാവിൽ എൻ്റെ കളിവീടുറങ്ങി കിടന്നു. കളകളം പാടിയിരുന്ന കിളി പെണ്ണിൻ ചിറകടി തേടി കിടന്നു. ചിറകടി തേടി കിടന്നു. കുളിരിളം സന്ധ്യയിൽ തെളിനിലാവിൽ എൻ്റെ കളിവീടുറങ്ങി കിടന്നു. ഒരു വേള വീണ്ടും വരാമെന്ന മോഹമിൻ കിളിമലർച്ചന്തമായി നിന്നു. ഒരു വേള വീണ്ടും വരാമെന്ന മോഹമിൻ കിളിമലർച്ചന്തമായി നിന്നു. പ്രിയവാദനം ചെയ്തു മണിവീണ കൈവിട്ട ശ്രുതി തേടി വീണ്ടും കരഞ്ഞു. ശ്രുതി തേടി വീണ്ടും കരഞ്ഞു. കുളിരിളം സന്ധ്യയിൽ തെളിനിലാവിൽ എൻ്റെ കളിവീടുറങ്ങി കിടന്നു. ഋതുവർത്തനങ്ങൾ തൻ രഥ്യകളിൽ വീണ്ടും പുതിയ കാലൊച്ചകൾ കേട്ടു. ഋതുവർത്തനങ്ങൾ തൻ രഥ്യകളിൽ വീണ്ടും പുതിയ കാലൊച്ചകൾ കേട്ടു. വിരഹത്തിൽ വീണ്ടും വിഷാദം മനസ്സിൻ്റെ തുടിതാളമായി മിന്നി നിന്നു. തുടിതാളമായി മിന്നി നിന്നു.
കുളിരിളം സന്ധ്യയിൽ തെളിനിലാവിൽ എൻ്റെ കളിവീടുറങ്ങി കിടന്നു. കളകളം പാടിയിരുന്ന കിളി പെണ്ണിൻ ചിറകടി തേടി കിടന്നു. ചിറകടി തേടി കിടന്നു. കുളിരിളം സന്ധ്യയിൽ തെളിനിലാവിൽ എൻ്റെ കളിവീടുറങ്ങി കിടന്നു. ഇന്ന് വാർത്തകളുടെ വിസ്ഫോടന കാലമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ഇന്ന് വാർത്താ ചാനലുകളിലൂടെയാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഒരുപാട് വാർത്താ ചാനലുകൾ ഇന്ന് നമുക്ക് സുലഭമായി ലഭിക്കുന്നു അല്ലെ? തീർച്ചയായും. ശ്രീലക്ഷ്മി, ലോകത്ത് ആദ്യമായി വാർത്ത എന്നായിരുന്നു സംപ്രേഷണം ചെയ്തത് എന്നറിയോ? അറിയില്ല അരവിന്ദ്, എപ്പോഴാണ്? 1954 ജൂലൈ 5-നാണ് BBC ആദ്യത്തെ വാർത്താ സംപ്രേഷണം ആരംഭിച്ചത്. അതുപോലെ ഇന്ന് മറ്റൊരു പ്രത്യേകത എന്തുണ്ടല്ലോ, നമുക്ക് ഇന്ന് ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റിയിട്ട്. അദ്ദേഹം അന്തരിച്ച ദിവസമാണ് 1994 ജൂലൈ 5-ന്. അപ്പൊ നമുക്ക് നമ്മുടെ സാഹിത്യ ലോകത്ത് തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ. ശ്രീലക്ഷ്മി, അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ന് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ എപ്പിസോഡ് അദ്ദേഹത്തിന് നമ്മളൊരു ട്രിബ്യൂട്ടായി സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ചരിത്രത്തിൽ നിന്ന്. ശ്രീലക്ഷ്മി, നമ്മുടെ ടോയ്ലറ്റിലുള്ള അഴുക്കുകളെയും കാട്ടിലും ഏറ്റവും കൂടുതൽ അഴുക്കുള്ള ഒരു വസ്തു എന്താണെന്നറിയോ? എന്താണ്? വേറെ ഒന്നുമല്ല, നമ്മുടെ സെൽഫോൺസ് ആണ്. ഇന്നത്തെ കാലത്തെല്ലാം പുസ്തകങ്ങൾ വായിക്കുന്നവർ വളരെ വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഫോണിന്റെ കാലഘട്ടത്തിൽ ഫോണിന്റെ പിറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ഫോണുകൾ. കാരണം അവർക്ക് ഫോണില്ലാതെ ഒരു നേരം പോലും ആൾക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും, ഞാനടക്കം ശ്രീലക്ഷ്മി അടക്കം എല്ലാവരും ഇന്ന് മൊബൈൽ ഫോണിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത് മാത്രമല്ല, ഇന്ന് സെൽഫികളുടെ കാലഘട്ടമാണ്. സെൽഫി ഒരു ഭ്രാന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സമൂഹത്തിൽ, എല്ലാവർക്കും, മുതിർന്നവർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും എല്ലാവർക്കും. അപ്പോൾ അത്തരത്തിലുള്ള സെൽഫികളുടെ ഉപയോഗം കാരണം നമുക്ക് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അറിയാതെ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ എടുക്കുന്ന ഫ്ലാഷിലൂടെ അല്ലെങ്കിൽ ആ സെൽഫിയിലൂടെ റേഡിയേഷൻസ് വന്ന് നമ്മുടെ മുഖത്തടിച്ച് ചർമ്മത്തിന് ഒരുപാട് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾ അറിയാതെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. സെൽഫിയുടെ മാത്രമല്ല, നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൽഫോൺ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിലെ അണുക്കൾ നമ്മുടെ ആഹാരത്തിൽ പടരുവാൻ കാരണമാകുന്നുണ്ട് അല്ലെ? അതെ. അപ്പൊ നമ്മളറിയാതെ തന്നെ ഒരുപാട് ദൂഷ്യവശങ്ങൾ നമുക്ക് മുമ്പിൽ ചുറ്റും കിടന്ന് കറങ്ങുന്നു നമ്മൾ അറിയുന്നില്ല. രോഗങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ മുക്തി നേടാം എന്ന് പറഞ്ഞ് കുറച്ച് ടിപ്സുമായി നമ്മൾക്ക് മുമ്പിൽ എത്തുകയാണ് മാർത്താണ്ഡ പിള്ള സാർ ഫാമിലി ഡോക്ടറിലൂടെ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിൽ ഡിഫ്തീരിയ കൊണ്ട് തൊണ്ടവീക്കം വന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ, കൊച്ചുകുട്ടികൾ ഉണ്ടാകുന്ന മരണങ്ങൾ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തനത്തിൽ പാളിച്ച പറ്റുന്നു എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഒരു ഓർഫനേജിൽ താമസിക്കുന്ന 30 കുട്ടികൾ എല്ലാവരും തന്നെ ഈ രോഗം ബാധിച്ചു, ഡിഫ്തീരിയ രോഗം ബാധിച്ചു. അതിൽ ഒരു കുട്ടി മരണം അടയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ഈ ഡിഫ്തീരിയ കൊണ്ട് ഹൃദയത്തെ ബാധിച്ചുകൊണ്ടാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫ്തീരിയ കൊണ്ടുണ്ടാകുന്നതിന് വെച്ചാൽ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ഈ ഹൃദയത്തിനെ ബാധിക്കുന്നത്. പലപ്പോഴും ഈ ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്നു. തൊണ്ടവീക്കം ഉണ്ടായിട്ട് ശ്വാസതടസ്സം ഉണ്ടായിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇത് കേരളത്തിൽ ഒരു 50 വർഷത്തിന് മുമ്പേ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഒരു ആശുപത്രിയിൽ പഠിക്കുന്ന കാലത്ത് മെഡിക്കൽ സ്റ്റുഡൻസ് പണ്ട് ഒരു 50 വർഷം മുമ്പെയാണ് മെഡിക്കൽ സ്റ്റുഡൻസ് ആശുപത്രിയിൽ ഈ കുട്ടികളുടെ വാർഡിൽ ഇതുപോലുള്ള രോഗമായിട്ട് വരുന്ന കുട്ടികളെ കാണുന്നത്.
വളരെ ഗൗരവമായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു രോഗമാണ് ഇത്. പക്ഷേ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഈ പ്രതിരോധ കുത്തിവയ്പ്പും വാക്സിനേഷനും ഒക്കെ ശക്തമായതോടുകൂടി ഇതിൻ്റെ എണ്ണം കുറയുകയും ഈ കാലത്ത് മെഡിക്കൽ സ്റ്റുഡൻസ് ഒരിക്കലും തന്നെ ഇതുപോലെ രോഗം കാണാറില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ഇതുപോലുള്ള രോഗം വീണ്ടും കാണുന്നു എന്നുള്ളത് തന്നെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ രോഗപ്രതിരോധത്തിനുള്ള നടപടികൾ കേരളമാണ് എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പിനും വാക്സിനേഷനും തുള്ളിമരുന്നിനും ഒക്കെ വളരെ മുന്നിൽ നിന്ന് കേരളം തന്നെയായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനം മാറി ഇപ്പോൾ കേരളം താഴോട്ട് വരുന്നു. അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ശിശുമരണ നിരക്ക് തന്നെ കേരളത്തിൽ ഏറ്റവും കുറവാണ്. 1000 കുട്ടികളിൽ 26 കുട്ടികൾ ആണ് മരണമടയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പല രോഗങ്ങൾ കൊണ്ടും മരണമടയാൻ സാധ്യത. അത് 16 വരെ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ഡിഫ്തീരിയ പോലുള്ള രോഗം കൊണ്ട് കുട്ടികൾ മരണം അടയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അത് നമ്മൾ എല്ലാ കാരണങ്ങൾ കൊണ്ടും തടയേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഡിഫ്തീരിയ, പിന്നെ വില്ലൻ ചുമ, പെർട്ടൂസിസ് എന്ന് പറയുന്നു, ടെറ്റനസ്, ഈ 3 രോഗത്തിന് വേണ്ടിയിട്ടുള്ള DPT വാക്സിനേഷൻ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ആദ്യമായിട്ട് നൽകുന്നുണ്ട്. 18 മാസം കഴിയുമ്പോൾ വീണ്ടും നൽകേണ്ടതുണ്ട്. പിന്നെ ഒരു 54 മാസമാകുമ്പോൾ 3ാമത്തെ ഡോസ് നൽകണം. ഇത് കൃത്യമായിട്ടും നൽകുകയാണെങ്കിൽ ഈ 3 രോഗവും പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രോഗങ്ങളാണ്. പക്ഷേ അത് നൽകാത്ത സാഹചര്യത്തിലാണ് ഇതുപോലുള്ള മരണങ്ങൾ വരുന്നത്. ഇപ്പോൾ DPT എന്ന് പറഞ്ഞ 3 വാക്സിന് ഉപരിയായിട്ട് ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് B മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള വാക്സിനും പിന്നെ ഇൻഫ്ലുവൻസ B വാക്സിനും നമ്മൾ നൽകുന്നുണ്ട്. പെൻറ്റാവലൻ വാക്സിൻ എന്നുള്ള പേരിൽ 1 കോടി കുട്ടികൾക്ക് ഇന്ത്യ ഒട്ടാകെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നൽകിയിട്ടുണ്ട്. ഇത് നൽകിയതുകൊണ്ട് ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വാക്സിൻ നൽകുന്നതിനെപ്പറ്റി വളരെ തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും ഈ വാക്സിൻ നൽകുന്നത് കൊണ്ട് പല പാർശ്വഫലങ്ങളുണ്ടെന്നുള്ളത്, ഈ വാക്സിൻ കൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യം ഭാവിയിൽ ബാധിക്കാമെന്നുള്ള തെറ്റിദ്ധാരണകൾ പലതും അശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളും പലരും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അത് ഇതിന് എതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നടപടി വന്നില്ലെങ്കിൽ വീണ്ടും ഈ 50 വർഷത്തിന് മുമ്പേ നമ്മൾ കണ്ടതുപോലെ ഈ കുട്ടികളുടെ വാർഡുകളിൽ മെഡിക്കൽ സ്റ്റുഡൻസ് വീണ്ടും തൊണ്ടവീക്കമായിട്ടും ശ്വാസം മുട്ടലായിട്ടും വരുന്ന കുട്ടികളെ കാണേണ്ട ഒരു സാഹചര്യം വരും. നമ്മുടെ ശിശുമരണ നിരക്ക് പെട്ടെന്ന് കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പ് വേണമെന്നുള്ളതിനെ പറ്റി ജനങ്ങളുടെ ഇടയ്ക്ക് അവബോധം ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പരത്തുന്നവരിന് എതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ടതും വളരെ ആവശ്യമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ഇത്രയും മരണങ്ങൾ അല്ലെങ്കിൽ ഡിഫ്തീരിയ രോഗം കൂടുന്നു എന്നുള്ള നോക്കുകയാണെങ്കിൽ ഈ അശാസ്ത്രീയത വളരെ 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 അവിടെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററും സബ് സെൻ്ററും മറ്റുള്ള ഡിസ്ട്രിക്റ്റിലെ അപേക്ഷിച്ച് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കുറവാണ്. സാധാരണ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു 30,000 ആളുകൾക്ക് ഒന്ന് വേണമെന്നുള്ള കണക്കാണ്. പക്ഷേ മലപ്പുറത്താണെങ്കിൽ ഏകദേശം 1,00,000 ആളുകൾക്കാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉള്ളത്. അതുപോലെ തന്നെ സബ് സെൻ്റർ, പ്രൈമറി ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള സബ് സെൻ്റർ തന്നെ 5,000 ആളുകൾക്ക് ഒരു സബ് സെൻ്റർ വേണം. മലപ്പുറത്താണെങ്കിൽ ഏകദേശം 15,000 ആളുകൾക്കാണ് ഒരു സബ് സെൻ്റർ. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സബ് സെൻ്ററും കുറയുന്നതുകൊണ്ട് ഓരോ വീടുകളിലും എത്തി ഇത് പ്രോത്സാഹിപ്പിക്കാനുള്ള നമ്മുടെ സ്റ്റാഫിൻ്റെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് തന്നെ അതിന് സർക്കാർ തലത്തിൽ നടപടി വളരെ ആവശ്യമാണെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ പ്രതിരോധ കുത്തിവയ്പ്പും
തുള്ളിമരുന്നും എടുക്കുന്നത് എങ്ങനെ വേണം, കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്, ഈ ജന്നി, വെട്ട്, അപസ്മാരം ഇതുപോലുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് ഈ കുത്തിവയ്പ്പ് നൽകാൻ പാടില്ലെന്നുള്ള കാര്യം, പനിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പനിയുള്ള സമയത്ത് ഇത് നൽകിക്കൂടാന്നുള്ളതും, അതല്ലാതെ തന്നെ തലച്ചോറ് ബാധിച്ചിട്ടുള്ള പല രോഗങ്ങളുണ്ടെങ്കിലും ആ കുട്ടികളെയും താൽക്കാലികമായിട്ടെങ്കിലും ഒഴിവാക്കുകയോ അല്ല ഒരു ഡോക്ടറെ സൂപ്പർവിഷനിലോ മറ്റോ നൽകേണ്ടത് ആവശ്യമാണെന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ആവശ്യമാണ്. അതിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ വന്നില്ലെങ്കിൽ നമ്മുടെ ശിശുമരണ നിരക്ക് കൂടാനും ഇതുപോലുള്ള ഡിഫ്തീരിയ രോഗങ്ങൾ വളരെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടി വന്നില്ലെങ്കിൽ ഈ ശിശുമരണ നിരക്ക് കൂടാനും ഡിഫ്തീരിയ പോലുള്ള നമുക്ക് 100% തടയാവുന്ന രോഗങ്ങൾ കൊണ്ടുള്ള മരണം കൂടാനും സാധ്യതയുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി, അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റിയിട്ട്. അപ്പൊ അതിൽ എടുത്തു പറയേണ്ട ഒരു നോവലാണ് ബാല്യകാല സഖി. കാരണം ഈ ഇടയ്ക്ക് നമുക്ക് സിനിമയാക്കിയ ഒരു ചിത്രം കൂടിയാണ്. അതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ഒരു ദുരന്ത പ്രണയത്തിൽ അവസാനിക്കുന്ന ഒരു നോവലാണ് അല്ലേ അരവിന്ദൻ? ശരിയാണ് ശ്രീലക്ഷ്മി. ഇന്നും നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥ കൂടിയാണ് ബാല്യകാല സഖിയുടേത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തനിമയായ എഴുത്ത് നമുക്ക് എന്നും പ്രചോദനം തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിനോട് തന്നെ നമുക്ക് അടുത്ത് കടക്കാം. പ്രവീൺ പരമേശ്വരന്റെ വഴിത്തിരിവ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പഠിക്കുന്ന കലാലയങ്ങളിലായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, വീട്ടിലായിരിക്കാം ഒക്കെ സെയിൽസ്മാൻമാർ പല പ്രൊഡക്റ്റുകളുമായിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. പലപ്പോഴും പല രീതിയിലാണ് ഇവരത് വിൽക്കുവാൻ ശ്രമിക്കുന്നത്. ചിലരിത് വിൽക്കുവാൻ ശ്രമിക്കുന്നത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം, ഒരു വിവരണം നമുക്ക് തന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ മറ്റു ചില സെയിൽസ്മാൻമാർ അവരുടെ കയ്യിലിരിക്കുന്ന ആ പ്രൊഡക്റ്റിനെ നമുക്ക് കാണിച്ചു തരിക കൂടെ ചെയ്യും. ഇതാണ് പ്രൊഡക്റ്റ്, ഇതിന് ഇന്ന ഗുണങ്ങളാണുള്ളത് എന്ന് നമുക്ക് കാണിച്ചു തരിക കൂടെ ചെയ്യും. മൂന്നാമത് ഒരു വിഭാഗം ആൾക്കാർ ഒരു പക്ഷേ ഈ പ്രൊഡക്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടെ തരും. ഇങ്ങനെ പല രീതിയിൽ നടക്കാറുണ്ട്. ഈ പറഞ്ഞ 3 രീതികളിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഏത് രീതിയിലാണ് നമ്മളിത് വാങ്ങാനുള്ള പോസിബിലിറ്റി ഏറ്റവും കൂടുന്നത്? സെയിൽസിനെ കുറിച്ച് നടക്കുന്ന പഠനങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് ഇതിൽ മൂന്നാമത്തതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാനുള്ള പോസിബിലിറ്റി. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ അവരത് വാങ്ങുവാനുള്ള സാധ്യത കൂടും. തൊട്ടടുത്തതായിട്ട് ആ പ്രൊഡക്റ്റിനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിലും രണ്ടാമതായിട്ട് അതിന് സാധ്യതയുണ്ടാകും. ഏറ്റവും അവസാനം മാത്രമാണ് അത് വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നത്. സെയിൽസിനെ കുറിച്ച് പറയുവാനല്ല ഞാൻ ഈ ഉദാഹരണം എടുത്തത്, മറിച്ച് ഇവിടെ എന്തുകൊണ്ടാണ് ഒരു കാര്യം ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ തോന്നുന്നത്? അതിൻ്റെ കാരണം ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, വ്യക്തത നമുക്ക് കൂടുന്നു എന്നുള്ളതാണ്. കൂടുതൽ വ്യക്തമാകുമ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണെന്നും അതിൻ്റെ രീതികൾ എന്താണെന്നും കൂടുതൽ വ്യക്തമാകുമ്പോൾ അത് വാങ്ങുന്നതിൻ്റെ സാധ്യതയും അവിടെ വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്നു. ഇതിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതവുമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കൊക്കെ എവിടെയെങ്കിലും എത്തണമെന്ന് താല്പര്യമുണ്ട്. ഒരുപാട് ഗോളുകൾ ജീവിതത്തിലുണ്ട്. എനിക്ക് പ്രൊഫഷണൽ ഇന്ന രീതിയിൽ എത്തണം, ഇന്ന രീതിയിലുള്ള ഒരു വീട് വേണം, ഈ രീതിയിലുള്ള ഒരു കാറ് വേണം, ഈ രീതിയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയുണ്ടായിരിക്കണം, എൻ്റെ കുടുംബം ഈ ഒരു നിലവാരത്തിലായിരിക്കണം നിൽക്കേണ്ടത്, സമൂഹത്തിൽ എനിക്ക് ഇത്തരത്തിലൊരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ ചിന്തകളെ പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദീകരിച്ചു തരുന്ന സെയിൽസ്മാനെ പോലെ വെറും ചിന്തകളിൽ മാത്രം നിർത്താറാണ് പതിവ്. അതിങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അതിന് വ്യക്തത പലപ്പോഴും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് ജനം വാങ്ങാത്തതുപോലെ നമ്മൾ ആ ഗോൾസിലേക്ക് എത്തിച്ചേരത്തുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്ത ആ സെയിൽസ്മാനെ പോലെ, ആ പ്രൊഡക്റ്റ് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത സെയിൽസ്മാനെ പോലെ നമ്മുടെ ഗോളുകളെക്കുറിച്ച് കൂടുതൽ വ്യക്തത, ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു ത്വര ഉള്ളിൽ നിന്നുണ്ടാകുന്നതും അതിനു വേണ്ടിയിട്ട് കഠിനമായ രീതിയിൽ പ്രയത്നിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നതും. എങ്ങനെ വരുത്തുവാൻ ശ്രമിക്കാം ഈ വ്യക്തത? അതിൽ ഏറ്റവും മികച്ചത് ഒരു ലൈഫ് ബുക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു റെക്കോർഡ് ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി, ഒരു നോട്ട് ബുക്ക് എങ്കിലും നമ്മളൊരു ലൈഫ് ബുക്ക് എന്ന് പേര് കൊടുത്ത് വാങ്ങിക്കുക. അതിലേക്ക് ഏറ്റവും കൃത്യമായി ഞാൻ എത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷൻ എന്താണ്, ആ പ്രൊഫഷനിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ ചിത്രം എനിക്ക് വരച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ആ പ്രൊഫഷനിൽ ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ചിത്രം നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഈ ലൈഫ് ബുക്കിലേക്ക് ഒട്ടിക്കാം.
ഏത് തരത്തിലുള്ളൊരു വീടാണ് എനിക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? 10 വർഷത്തിന് ശേഷമായിരിക്കാം, 5 വർഷത്തിന് ശേഷമായിരിക്കാം, 3 വർഷത്തിന് ശേഷമായിരിക്കാം. ആ വീടിൻ്റെ നിലവാരത്തിൽ വരുന്ന ഒരു വീടിൻ്റെ ചിത്രം ഒട്ടിച്ചു വയ്ക്കുക. ഏത് രീതിയിലുള്ള കാറാണ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഏത് നിലവാരത്തിലാണ് ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്ത് തരത്തിലുള്ള റെസ്പെക്റ്റാണ് ഞാൻ കിട്ടാൻ ആഗ്രഹിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാക്കുകളിലൂടെ, അതിലുപരിയായി ചിത്രങ്ങളിലൂടെ കൃത്യമായിട്ട് ആ ലൈഫ് ബുക്കിൽ ആലേഖനം ചെയ്തു വയ്ക്കുകയും നിരന്തരമായി കൃത്യമായ ഇടവേളകളിൽ ആ ലൈഫ് ബുക്ക് മറിച്ചു നോക്കുകയും ചെയ്താൽ എവിടെ എത്തണമെന്നാണോ നമ്മൾ താല്പര്യപ്പെടുന്നത്, ആ ഗോളിനെ കുറിച്ച്, ആ ലക്ഷ്യത്തിനെ കുറിച്ച് വർദ്ധിച്ച ക്ലാരിറ്റി ആയിരിക്കും നമുക്കുണ്ടായിരിക്കുക. ക്ലാരിറ്റി കൂടുന്നതിനനുസരിച്ച് അതിലേക്ക് എത്തുവാൻ നമുക്ക് വല്ലാത്തൊരു എനർജി മനസ്സിലുണ്ടായിരിക്കും. അതിനുവേണ്ടി കഠിനമായി നമ്മൾ പ്രയത്നിക്കും. ഏത് രീതിയിലുള്ള എഫർട്ടും ഇടുവാൻ തയ്യാറാകും. നമ്മൾ ഉറപ്പായിട്ടും അവിടെ എത്തിച്ചേരുകയും ചെയ്യും. 2 കാര്യങ്ങളെയാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചത്. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുവാൻ കൊടുത്തു കഴിഞ്ഞാൽ, കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, വെറുതെ വിവരിച്ചു കൊടുക്കുന്നതിനേക്കാൾ അത് വിറ്റുപോകുവാനുള്ള സാധ്യത 100 മടങ്ങ് വർദ്ധിക്കുമെന്ന് പറയുന്നത് പോലെ, വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന ഗോളുകളേക്കാൾ, ലക്ഷ്യങ്ങളേക്കാൾ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന, ചിത്രത്തിലൂടെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന ഗോളുകളാണുള്ളതെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് അച്ചീവ് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് തന്നെ കഴിഞ്ഞാൽ ഒരു ലൈഫ് ബുക്ക് വാങ്ങുവാനും ആ ലൈഫ് ബുക്കിൽ കൃത്യമായ രീതിയിൽ ജീവിതത്തിനെ ചിത്രീകരിച്ചു വയ്ക്കുവാനും നമുക്ക് കഴിയട്ടെ. അത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകുക തന്നെ ചെയ്യും. നമുക്ക് നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.